നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ രൂക്ഷമായ ഭാഷയിലാണ് BJPയെ വിമർശിച്ചത്. കേന്ദ്രത്തിൻ്റെ നയങ്ങളെയും രാഹുൽ ആവർത്തിച്ച് വിമർശിച്ചു. ED നടപടികൾ തൊട്ട് നീറ്റ് പരീക്ഷ വരെയുള്ള വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ എടുത്തു പറഞ്ഞു. കുറച്ചു കാലത്തിന് ശേഷം ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ എത്തുമ്പോൾ രാഹുൽ ഗാന്ധി കൂടുതൽ കരുത്തനായോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ്, രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗം ഒട്ടനവധി വിഷയങ്ങൾ അദ്ദേഹം പരാമർശിച്ചു. ചില ഘട്ടങ്ങളിലൊക്കെ രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയുമൊക്കെ അതിന് ചില മറുപടികളൊക്കെ പറഞ്ഞു. ഏതായാലും ഇന്നത്തെ ഒരു പ്രകടനം കണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ കൂടുതൽ കരുത്തനാകുമെന്ന ഉറപ്പാണോ നമുക്ക് വ്യക്തമാകുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. അതിഗംഭീരായിക്കണ് റായ്ബറേലി MP-യും പിന്നെ പ്രതിപക്ഷ നേതാവുമായ നമ്മളെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഗംഭീരമായിട്ട് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞതിൽ യാതൊരുവിധ തെറ്റും കണ്ടിട്ടില്ല. തെറ്റൊരാൾക്ക് കാണാനും പറ്റില്ല. അയാൾ എന്ത് പറഞ്ഞോ അതൊക്കെ മറ്റൊരു ചെയ്തതുമാണ്. അതിനെ സംബന്ധിച്ചാ പറഞ്ഞത്. പിന്നെ ഇപ്പൊ നിങ്ങളെ ചാനലിൽ കൂടെ ഫോട്ടം കണ്ടു, ആ ഫോട്ടം കാണിച്ചു, ശിവന്റെ ഏതോ കാണിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞു. അതിന്റെ കാര്യത്തിൽ കൂടെ അല്ല, ഒരു അംശമാണ്. അപ്പൊ അത് കാണിച്ചതാ. പിന്നെ അതിനെ സംബന്ധിച്ച് ഹിന്ദുക്കളെ അപമാനിക്കാണ് എന്നുള്ളത് ഇപ്പൊ എഴുതി കാണിച്ചു കണ്ടു. അതൊന്നും അല്ല, അതിലേറെ വലിയതാണ് സാറേ അവര് ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് പ്രതികരിച്ച ഈ മനുഷ്യൻ അവിടെ വേറെല്ല നമ്മളെ ഇവിടുന്ന് പോയ ആൾക്കാരുണ്ട്. അവരൊക്കെ അതൊന്ന് കണ്ടിട്ട് ഇനി എല്ലാ കാര്യത്തിനും അവർ ഇതേപോലെ പ്രതികരിക്കണം. മാത്രവുമല്ല കേരളത്തിന്റെ എല്ലാ കാര്യത്തിനും അവര് സകുടഞ്ഞ എഴുന്നേറ്റുക, അവര് ഒന്ന് ഉഷാറാകണം എല്ലാവരും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെ നന്നായിരിക്കണേ. വളരെ നന്ദി ശ്രീ മുഹമ്മദ് മഞ്ചേരി. ശശിധരൻ വയലാർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ശശിധരൻ, രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗം ശ്രീ ശശിധരൻ എങ്ങനെ വിലയിരുത്തും? നമുക്ക് കുറേ കാലം ലോക്സഭയിലൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരുമ്പോൾ എങ്ങനെ കാണണം ആ പ്രസംഗത്തെയും ഇനി തുടർന്നുള്ള ദിവസങ്ങളെ സംബന്ധിച്ചും നമ്മൾ എന്താണ് നോക്കിക്കാണേണ്ടത്? നമസ്കാരം. നമസ്കാരം. സുഖമാണ്. നമ്മൾ കുറച്ച് ദിവസമായും തോന്നുന്നു സംസാരിച്ചിട്ടല്ലേ? നമ്മൾ സംസാരിച്ചിരുന്നു വെള്ളിയാഴ്ച. അപ്പൊ ഗംഭീരമായിട്ടുണ്ട്. കാരണം ഇത് ഇത്രയും വളർത്തിയത് BJP തന്നെ. കാരണം അദ്ദേഹം ഒരു സാധു മനുഷ്യനായിരുന്നു, നമുക്കെല്ലാം അറിയാമല്ലോ. അദ്ദേഹത്തെ കഠിന ഹൃദയനാക്കിയെടുത്തത് ഈ BJP-ക്കാർ തന്നെയല്ലേ? കാരണം അദ്ദേഹത്തെ ഇതുപോലെ പീഡിപ്പിച്ചിട്ട് ഇതുപോലെ പ്രതിപക്ഷ ബഹുമാനമില്ലാതിരുന്ന ഒരു സർക്കാർ നമ്മുടെ ഓർമ്മയെ കണ്ടിട്ടില്ല. ഒരു കാരണവശാലും പ്രതിപക്ഷത്തെ അംഗീകരിക്കില്ല എന്നുള്ളൊരു സർക്കാരായിരുന്നു. പക്ഷെ ആ കളികളൊന്നും ഇനി നടക്കത്തില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് 100% കറക്റ്റായ കാര്യങ്ങളാണ്. കാരണം പിന്നെ അതിന് ഇവർ പറയുന്ന എതിർവാദങ്ങൾ ദുർബലമല്ലേ? ഒരു ഹിന്ദു ഒരിക്കലും ഇങ്ങനെ ആകില്ലെന്നല്ലേ അദ്ദേഹം പ്രസംഗിച്ചത്? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ലേ? അതിന് ഹിന്ദുക്കളെ അപമാനിച്ചു എന്നും പറഞ്ഞൊരു ഒരു അടവെടുത്തിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ പിന്നെ അദ്ദേഹം കാണിക്കുന്ന ഈ ഉശിരും ഒരു പിന്നെ ആ ഒരു ബോധവും മറ്റ് കോൺഗ്രസ്സുകാരുടെ കാണിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കിട്ടി അങ്ങോട്ട് പോകരുതെന്നേ എനിക്കൊരു അപേക്ഷയുള്ളൂ. കാരണം ഇപ്പൊ ശക്തമായ പ്രതിപക്ഷം ഇന്ത്യയിലുണ്ട്. അതൊരു ജനത്തിന്റെ ആവശ്യമാണ്. ശക്തമായ പ്രതിപക്ഷെ ഒരു ഭരണകൂടത്തെ നേർവഴിക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് വളരെ നന്ദി ശ്രീ ശശിധരൻ നായർ വയലാറിൽ നിന്ന് വിളിക്കുകയും നമുക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തത്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, രാഹുൽ ഗാന്ധിയെ വളരെ വിമർശനാത്മകമായാണ് കേരളത്തിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ ഇടതുപക്ഷമൊക്കെ നോക്കിക്കണ്ടത്. പക്ഷേ എല്ലാം ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി പാർലമെൻറ്റിൻ്റെ ലോക്സഭയുടെയൊക്കെ നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ രാഹുൽ കരുത്തനല്ലേ? സർ, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് എനിക്ക് പറയാനുള്ളത്.
നിങ്ങൾ മാധ്യമങ്ങളൊക്കെ തന്നെ ആ ഒരു തലത്തിലേക്ക് വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇപ്പോഴും എന്റെ അഭിപ്രായത്തിൽ BJP-യുടെ ചൂണ്ടയിൽ കൊരുത്ത ഒരു ഇര മാത്രമാണ് രാഹുൽ ഗാന്ധി. BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ക്രൈറ്റീരിയ എന്താണെന്ന് എനിക്കും താങ്കൾക്കും എല്ലാം അറിയാം. അല്ലാതെ ഈ ചൂണ്ടയിൽ കൊരുത്ത കൊരു എന്ന് ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിന് തോന്നാൻ അതിനകത്ത് കാരണമുണ്ട്. ഹിന്ദുത്വത്തിൽ ഊന്നിയല്ലേ ഇന്നും ഈ രാജ്യത്തിന്റെ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്യുന്നു. ഈ രാജ്യത്തിലെ പട്ടിണി, ഈ രാജ്യത്തിലെ വിലക്കയറ്റം, ഈ രാജ്യത്തിലെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, യുവാക്കളുടെ വിഷയങ്ങൾ, ഇതിലൊന്നും അല്ല അവർ ഊറ്റം കൊള്ളുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇന്ന് പട്ടിണിയെ കുറിച്ചും വിലക്കയറ്റത്തെ കുറിച്ചും ഒക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ? ഇത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് BJP ഹിന്ദുത്വ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുമ്പോൾ അവർ അതിൻ്റെ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല എന്ന വിമർശനം അദ്ദേഹം വെച്ചു. പക്ഷേ അല്ലാതെ നീറ്റ് മുതൽ അഗ്നിവീർ മുതൽ മണിപ്പൂർ വരെ ഉള്ള വിഷയങ്ങൾ, ഗാന്ധിജിയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം, ഇതിനെയൊക്കെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പ്രതിപാദിച്ചില്ലേ? പക്ഷെ BJP അതിൽ എവിടെയാണ് എത്തിയത്? ഹിന്ദുക്കൾ അവഹേളിക്കുന്നു, ഹിന്ദുക്കളുടെ ശത്രുവായി മാറുന്നു എന്ന തലത്തിലേക്കാണ് ചർച്ച വരുന്നത്. രാഷ്ട്രീയത്തിൽ സ്വാഭാവികമല്ലേ കാര്യങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ പലതരത്തിൽ എല്ലാവരും വളച്ചൊടിക്കുന്നതാണല്ലോ അത്. ദയവായി പ്രതിപക്ഷം ഇനി ചെയ്യുവാനുള്ളത്, നമ്മൾ 10 വർഷം കേട്ടും മടുത്തു മതത്തിന്റെ പേരിലുള്ള ആ ചർച്ചകൾ മാറ്റിക്കൊണ്ട് ഈ ഇന്ത്യയിലെ വിഷയങ്ങൾ, കാതലായിട്ടുള്ള വിഷയം, ഇത് ഇന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഒട്ടനവധി വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ കാതലായ വിഷയം അമിത്ഷാ അതിന്റെ മറുപടി പറഞ്ഞിരിക്കുന്നു, മറ്റുള്ളവർ ഏറ്റു പറഞ്ഞിരിക്കുന്നു. അവരൊന്നും ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ നമ്മുടെ മനുഷ്യന്റെ നീറുന്ന വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. അവരെല്ലാം പ്രതിരോധിച്ചത് ഹിന്ദുത്വ കൊണ്ടാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ആ പ്രതിരോധം അല്ലെങ്കിൽ അവതരണം തീർത്തും നമ്മൾ രാജ്യ താല്പര്യത്തിന്റെ തലത്തിലേക്ക് വരുന്നില്ല എന്നുള്ള പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ആ ബോധമുള്ള പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ അത്തരത്തിലേക്ക് ചർച്ച കൊണ്ടുവരണം. ഹിന്ദുത്വയെ കുറിച്ച് ഇനി നമ്മുടെ രാജ്യത്ത് ആ തലത്തിലുള്ള ചർച്ച പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. രാജ്യത്തിന്റെ വിഷയങ്ങളിലേക്ക് വരട്ടെ, ഏത് മതമാകട്ടെ, ഏത് തലത്തിലുള്ള ചർച്ചകളാകട്ടെ, രാജ്യത്തിന്റെ വികസനം അത് മതത്തിന് അധിഷ്ഠിതമായി ആ തലത്തിലേക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന കക്ഷികളുടെ നേതാക്കൾ എല്ലാം തന്നെ ആ തലത്തിലേക്ക് ചർച്ച കൊണ്ടുവരണം. നമ്മൾ എന്ത് ചെയ്താലും BJP-യുടെ അജണ്ട അറിയാമല്ലോ, അവർ ആ ഒരു തലത്തിലെ ഈ ചർച്ച കൊണ്ടെത്തിക്കൂ. അതിൽ വളരെ ജാഗരൂകമായിട്ട് വേണം മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പ്രതികരിക്കാനാണെന്ന് എനിക്ക് പറയാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പാലയിൽ നിന്ന് ശ്രീ ഉമേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉമേഷ്, ഇന്നത്തെ ഈ നടപടിക്രമങ്ങളൊക്കെ കണ്ടു കാണും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് ശേഷമുള്ള നന്ദി പ്രമേയത്തിലെ ചർച്ചയിൽ അത് പാർലമെൻറ്റ് വലിയ തോതിൽ ബഹളമൊക്കെ നമ്മൾ കണ്ടു. ബഹളത്തിനൊക്കെ പാർലമെൻറ്റ് വേദിയാകുകയും ചെയ്തു. ശ്രീ ഉമേഷ് എങ്ങനെ വിലയിരുത്തുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രകടനത്തെയും പ്രതിപക്ഷത്തിൻ്റെ മൊത്തം നിലപാടിനെയും? മനു പറയുകയാണ്, ഏതപ്പം വന്നാലും അമ്മയ്ക്കിടക്ക് പ്രതിരോധം, ഏകം വന്നാലും ഹിന്ദുക്കളുടെ മുതുത്തോട്ട കയറുന്നു. ഈ ഹിന്ദു സമുദായത്തെ ശിവന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പറയേണ്ട കാര്യം തന്നെ അവിടെയുള്ളത്. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. പ്രധാനമന്ത്രി അമിത്ഷായൊക്കെ BJP ഒക്കെ പ്രതിരോധിക്കാൻ വേണ്ടി 1000 കൂട്ടം ഇടപാടുണ്ട്. ഈ ഹിന്ദുക്കളെ മുതുത്തോട്ടം തന്നെ ഇവനെല്ലാം വരുന്നതിനെല്ലാം കരുത്. എന്താ പറഞ്ഞേ, ഹിന്ദു എന്ന് പറയുന്നവർ രാജ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആണോ? അങ്ങനെയാണോ? അയാളെ പെങ്ങളെ ഇവിടെ വയനാട്ടിൽ ജയിപ്പിക്കുന്ന അവർക്ക് ചെയ്താൽ പോരെ? അതിന് ഒരു സമുദായത്തിന്റെ വോട്ട് വേണം, അവരെ സന്തോഷപ്പെടുത്താൻ. അതായിക്കോട്ടെ. അല്ല, അങ്ങനെ പറഞ്ഞോ? ഹിന്ദുയിസം നോട്ട് അബൌട്ട് അല്ല, ഹിന്ദുയിസം എന്നാൽ വർഗീയതയും വിദ്വേഷവും അതൊന്നും പ്രചരിപ്പിക്കലല്ല, നിങ്ങൾ ഹിന്ദുക്കളല്ല എന്നല്ലേ അദ്ദേഹം അവരെ നോക്കി പറഞ്ഞത്. അപ്പൊ ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ അപമാനിച്ചോ? അങ്ങനെ ഉണ്ടായോ? നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരു പേര് പറഞ്ഞു, അല്ലെങ്കിൽ അമിത്ഷായുടെ പേര് പറഞ്ഞു പറയണം. നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ഈ ഹിന്ദുക്കളുടെ പേര് പറയേണ്ട കാര്യം തന്നെ അവിടെ. ഞാൻ മറ്റുള്ള ഏതെങ്കിലും സമുദായത്തിന്റെ പേര് പറഞ്ഞു ഒരാളെ ആക്ഷേപിച്ചാൽ നമ്മളെല്ലാം അടങ്ങിയിരിക്കുമോ? മറ്റുള്ളവർ അടങ്ങിയിരിക്കുമോ? ഉണ്ടായോ? അങ്ങനെ ഹിന്ദു മതത്തെ അധിക്ഷേപിക്കുന്ന എന്തെങ്കിലും വാക്കുണ്ടായോ? അങ്ങനെ ഉണ്ടായെന്ന് പ്രധാനമന്ത്രിയും ഇവരൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല എവിടെയാണെന്ന്. അല്ല, ഹിന്ദു എന്ന് പറയുന്നവർ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഞങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ ഹിന്ദിയൊക്കെ അറിയാവുന്ന ആൾക്കാരല്ല, വെറും ബുദ്ധികളാണ്. ഇതാണ് ഞങ്ങൾ കേരളത്തിൽ കാണിച്ചു കൊടുത്തത്. ഈ ഹിന്ദുക്കളുടെ മൂത്തോട് കേരളത്തിൽ ഇപ്പൊ ഉദാഹരണം കാണിച്ചു കൊടുത്തല്ലോ. 100 സീറ്റ് പോലും തികച്ചില്ല. എന്നാ നേടിയെന്നാ പറയുന്നത്? 10-60 കൊല്ലം ഭരിച്ച ഒരു പാർട്ടി 100 സീറ്റ് തികച്ച് നേടിയിട്ടില്ല. ആ പാർട്ടിയാണ് ഇപ്പോൾ ഏതാണ്ട് വലിയ ആനയാണ്, ചേനയാണ്, മാങ്ങാത്തുരിയാന്ന് പറയുന്നത്. ഇവനൊന്നും ചെയ്യാതെ ഇവനൊക്കെ ഇപ്പോഴും പപ്പുമോ തന്നെയാ. അല്ല, ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യം, എന്തേ കാര്യങ്ങൾ പറയണ്ട. നീറ്റ് പരീക്ഷയുടെ കാര്യമൊക്കെ അതെല്ലാം പറഞ്ഞു. നീറ്റ് പറഞ്ഞല്ലോ, നീറ്റ് പറഞ്ഞു. അഗ്നിവീർ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രതിപാദിച്ചു. ED ചോദ്യം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഭരണഘടനയെ പറ്റി പറഞ്ഞു. ഗാന്ധിജിയുടെ മൂവി വന്നതിന് ശേഷമാണ് അദ്ദേഹം പ്രശസ്തനായത് എന്ന പരാമർശത്തെയും ഒക്കെ അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ എടുത്ത് പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു സമുദായത്തിലും പേരെടുത്ത് അവർ പറയേണ്ട കാര്യമില്ല. ഇത് കവലപ്രസംഗമോ അല്ലെങ്കിൽ അവരുടെ
അതായിട്ടുള്ള പാർട്ടി യോഗം ഒന്നുമല്ല. ഒരു ലോകസഭയിലെ രാജ്യസഭയിലെ അവിടെ ഒരു സമുദായത്തിന്റെ പേരെടുത്ത് പറയോ, അതുപോലെ ഒരു മതത്തിന്റെ ഫോട്ടോ കൊണ്ടുവരുമോ ഒന്നും വേണ്ട. ഈ ശിവന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് ഈ ചെറുക്കൻ എന്നെ കാണിക്കുന്നത്, ഈ ചെറുക്കൻ ഇപ്പോഴും പക്വതയായിട്ടില്ലെന്നുള്ളതാണ് അതിന്റെ തെളിവ് കാണിക്കുന്നത്. വളരെ വ്യക്തമാണ്. നേതാവാന്ന് കൊണ്ട് കൊടുക്കണം. ഏതായാലും താങ്കളുടെ പ്രതികരണം വളരെ വ്യക്തമാണ്. വളരെ നന്ദി വിളിക്കുകയും അത് അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ലോക്സഭയിൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ആരെയും ഭയപ്പെടുന്നില്ല എന്ന സന്ദേശമാണ് ചിത്രം നൽകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡറാവോ മത്, ഭയപ്പെടുത്തരുത് എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. ഏതായാലും പ്രതിപക്ഷം ആരെയും ഭയപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. സത്യമാണ് തങ്ങളുടെ ആയുധം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം. രാഹുൽ പരമശിവന്റെ ചിത്രം ഉയർത്തിക്കാണിച്ചതിനെ പക്ഷേ സ്പീക്കർ എതിർത്തു. ഗുരുനാനക്കിൻ്റെ ചിത്രവും രാഹുൽ ലോക്സഭയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഏതായാലും ഒരു സമുദായത്തിൻ്റെ ചിത്രം എടുത്ത് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്ന രീതി കുറെ കൂടെ നിയമപരമായി നീങ്ങണം എന്ന്, നിയമപ്രകാരം സംസാരിക്കണം എന്നൊക്കെ രാഹുൽ ഗാന്ധിയോട് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെടുകയും ചെയ്തു. ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്ന ചിലർ അക്രമം നടത്തുന്നു എന്ന് പറഞ്ഞു എന്നാണ് BJP ആരോപണം ഉണ്ടായിരുന്നത്. എന്നാൽ BJP ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാമക്ഷേത്രം പണിതിട്ടും അയോധ്യയിൽ BJP തോറ്റു എന്ന് രാഹുൽ ഗാന്ധി ആക്ഷേപം ഉയർത്തുകയും ചെയ്തു. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, ഒട്ടനവധി വിഷയങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വെച്ചു. നോട്ട് നിരോധനം മുതൽ കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരെ അദ്ദേഹം ഉയർത്തിപ്പറഞ്ഞു. പക്ഷേ ആത്യന്തികമായി ഇതിൻ്റെ ചർച്ച ഒടുവിൽ എത്തിയത് ഈ ഹിന്ദു മതത്തെ പറ്റി പറഞ്ഞതിനെ സംബന്ധിച്ചാണ്. ശ്രീ ജയകുമാർ, ഇന്നത്തെ ഈ ലോക്സഭയിലെ നടപടിക്രമങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു? നമസ്കാരം സാർ. നമസ്കാരം. ഈ മഞ്ചേരിയിൽ നിന്ന് ഒരു മുഹമ്മദ് പറഞ്ഞ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ആ അഭിപ്രായം പോലും എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം എന്ത് മനോഹരമായിട്ട് പറഞ്ഞു, എന്ത് കൃത്യമായിട്ട് അദ്ദേഹം വിവരിച്ചു. അപ്പൊ അതുപോലെ എനിക്ക് പറയാനില്ല. എന്നാലും എനിക്ക് ഒന്ന് രണ്ട് വാക്ക് പറയാനുണ്ട്. ഈ ഇവിടുത്തെ BJP, ഈ കേരളത്തിലെ BJPക്കാർ പറയും പോലെ പറയാനല്ല രാഹുൽ ഗാന്ധി അവിടെ ഇരിക്കുന്നത്. ഇന്ത്യ മുന്നണി പറയുന്നത് അനുസരിച്ച് അവർ കൂടിയാലോചിച്ചും പറയുന്ന തീരുമാനം പറയാനാണ് രാഹുൽ ഗാന്ധി അവിടെ ഇരിക്കുന്നത്. ഈ 10 വർഷം കൊണ്ട് മോദി എന്തെല്ലാം ചെയ്തോ, എന്തെല്ലാം ജനദ്രോഹം ചെയ്തോ, എന്തെല്ലാം പരിപാടി നടത്തിയിട്ടുണ്ടോ അതെല്ലാം എണ്ണി പറഞ്ഞാണ് രാഹുൽ അവിടെ പറഞ്ഞത്. പ്രതിപക്ഷം ഒന്നടങ്കം ഒരാൾ ഇത്രയും മുന്നണിയുണ്ട് ഇന്ന് നടത്തിയെടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒന്നടങ്കം സന്തോഷമായി കൈയടിച്ച് ആ പ്രസംഗം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. കൂടാതെ ഖാർഗെ ഇന്ന് രാജ്യസഭയിൽ ഇതുപോലെ തന്നെയായിരുന്നു ഖാർഗെ നടത്തിയിരിക്കുന്നത്. അപ്പം ഈ നാലാംകിട രീതിയിൽ പ്രവർത്തിക്കുന്ന മോദിയും അമിത്ഷായും സാധാരണ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ പ്രവർത്തിക്കാത്ത രീതിയിലുള്ള വൃത്തികെട്ട വർത്തമാനം മാത്രം. ഹിന്ദു എന്ന് കേട്ട ഉടൻ തന്നെ വർഗീയതയും കൊണ്ട് ഇറങ്ങി. എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? രാഹുൽ ഗാന്ധി എണ്ണി പറഞ്ഞത് എന്താണ്? അവർക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി മറുപടി ഉണ്ടല്ലോ പറയാൻ? ഇവരാകെ പിടിച്ച എന്താണ്? ഹിന്ദു എന്നും പറഞ്ഞ ഏറ്റുപിടിച്ചു. ഇവർക്ക് വർഗീയത മാത്രമേ അറിയത്തുള്ളൂ. അതാണ് ഇത് ചെയ്തത്. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നു. വളരെ നന്ദി ജയകുമാർ. ശ്രീ ദാസൻ വിളിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ ദാസൻ എങ്ങനെ നോക്കിക്കാണുന്നു ഈ മുഴുവൻ ചർച്ചയിലും? നമ്മുടെ രാഷ്ട്രീയ വിഷയങ്ങളിൽ കുറെ കൂടി വ്യക്തത രാഹുൽ ഗാന്ധിക്ക് വന്നു എന്നാണോ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രകടനം വ്യക്തമാക്കുന്നത്? അതെ, രാഹുൽ ഗാന്ധി കുറച്ചുകൂടെ നന്നായി വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പറയാനുള്ളത് ഏത് രാഷ്ട്രീയക്കാരായാലും ഈ മതത്തിന്റെ പേര് നിങ്ങൾ ആദ്യം ഉപയോഗിക്കാതിരിക്കുക. രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കലർത്തേ വേണ്ട. ഒരു മതത്തിന്റെ പേര് വേണ്ട. ലോകത്തിലെ ഏക മതേതര രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യ അങ്ങനെ നിലനിൽക്കട്ടെ. ഈ മതത്തിന്റെ പേരിലാണ് ഇവിടെ അടിയും കലാപം ഉണ്ടാകുന്ന തോന്നുന്നത്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് കഴിവുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് പാർട്ടിന് ഇങ്ങോട്ട് എങ്ങനെയായാലും ചാക്കിട്ട് പിടിച്ചിട്ട് ഈ ഗവൺമെന്റ് മറിക്കാൻ പറ്റും നോക്കണം. അതാണ് ആണത്വം. അല്ല, അത് ശരിയാണോ? നമ്മള് ധാർമ്മികമായി നോക്കുമ്പോ കുതിര കച്ചവടത്തിനൊക്കെ മുതിരുന്നതല്ലേ ജനങ്ങൾ? രാഷ്ട്രീയത്തിൽ വേറെ ഒന്നുമില്ല. നമുക്ക് 10 സീറ്റ് എങ്ങനെ ഒപ്പിക്കോ. അവരൊരു നിലപാട് അംഗീകരിച്ച ആളുകൾ വരുന്നതിന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ചാക്കൊക്കെ ഇട്ട് ഇങ്ങനെ ശരിയാണോ ശ്രീദാസ്? അതാത് വേണ്ട. അല്ലാതെ കുറച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു വരുമ്പോ പുള്ളിയെ കൂടുതൽ ആളുകളുടെ വീണ്ടും അല്ല അങ്ങോട്ട് പോകും.
ശരി. മതത്തിന് ഒഴിവാക്കിയിട്ട് ഭർത്താവ് ഏത് രാഷ്ട്രീയക്കാരായ മതത്തിന്റെ പേര് രാഷ്ട്രീയത്തിൽ മുൻപേ ചേരും. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സാദിഖ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. സാദിഖ് തരൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ, ഞാൻ പാലക്കാട് തരൂർ. അതെ അതെ, നമ്മുടെ KP കേശവമേനോന്റെ ജന്മം കൊണ്ട് പേര് കേട്ട തരൂരിൽ നിന്ന് വിളിക്കുന്നു സാദിഖ്. സാദിഖിന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും രാഹുൽ ഗാന്ധിയുടെ മാറ്റത്തെ? തീർച്ചയായും രാഹുൽ കൂടുതൽ കരുത്തനാവുന്നുള്ള ഒരു സംശയമില്ല. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ടുള്ള പ്രകടനം അത് ഏറ്റവും ഒരു ഉദാഹരണം ഇന്ത്യ മുന്നണി കൂടുതൽ സീറ്റുകൾ ലോക്സഭയിൽ വിജയിച്ചല്ലോ. അതെല്ലാം അദ്ദേഹത്തിന്റെ ഈ പ്രകടനത്തിന് കൂടി ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് നീറ്റ് പരീക്ഷയെ കുറിച്ചാണെങ്കിലും അഗ്നിവീറിനെ കുറിച്ചാണെങ്കിലും രാജ്യത്ത് നടക്കുന്ന മത അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകളിൽ ഉണ്ടാക്കുന്ന വെറുപ്പുണ്ടാക്കുന്നതിനെ കുറിച്ചാണെങ്കിലും മറ്റുള്ള എന്താ പറയുക വിലക്കയറ്റത്തിനെ കുറിച്ചാണെങ്കിലും തൊഴിലില്ലായ്മയെ കുറിച്ചാണെങ്കിലും എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായി രാഹുൽ ഗാന്ധി ഇപ്പൊ നിലവിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് തീർച്ചയായും ഇങ്ങനെ പോയ അടുത്ത ലോക്സഭയിൽ അല്ലെങ്കിൽ അടുത്ത ഇതിൽ രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നതാണ് എന്റെ വിശ്വാസം. ഇതുപോലെ തന്നെ പോകണം എന്നാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, വ്യക്തമാണ് സാദിഖ്, വളരെ വ്യക്തമാണ് താങ്കളുടെ വാക്കുകൾ. ഏതായാലും തരൂരിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന് വളരെ നന്ദി. പ്രകാശ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. പ്രകാശ്, തൃശ്ശൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തൃശ്ശൂർ ചേലക്കരയിൽ നിന്നാണ്. ചേലക്കരയിലൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ് അല്ലേ? ഞങ്ങളിപ്പോ കഷ്ടത്തിലാണ്. ഇനി അടുത്ത ഇലക്ഷനും വോട്ട് ചെയ്യണം. അല്ല, വോട്ട് നമ്മൾ കഷ്ടമാണോ? അത് നമ്മുടെ ഒരു അവകാശമല്ലേ? നമ്മളത് പക്ഷേ ഒരു വോട്ട് ചെയ്തത് ഇപ്പോൾ വീണ്ടും വീണ്ടും വോട്ട് ചെയ്യേണ്ടി വരുന്നല്ലേ? കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് വോട്ട് ചെയ്യേണ്ടി വരുന്നു എന്നാണ് ശ്രീ പ്രകാശിനെ വേദനിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അതെ അതെ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒരു വോട്ട് ചെയ്യാനും മാനസികാവസ്ഥയൊന്നുമില്ല. ഇന്നിപ്പോ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്ക് മനസ്സിലായത് ലോകരാജ്യങ്ങളും മറ്റുള്ളവരും നമ്മുടെ രാജ്യത്തിനെ കൊഞ്ഞനം കുത്തും. രാഹുലായാലും മോദി ആയാലും ഭരിക്കുന്ന പാർട്ടീനെ അംഗീകരിച്ച് ചില കാര്യങ്ങള് ലോകരാജ്യങ്ങൾക്ക് ചിരിക്കാൻ ഒരു ഇടവരുത്തരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ഇതിൽ രാഹുലിന്റെ ഒരു പ്രകടനത്തെ ശ്രീ പ്രകാശ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എല്ലാവർക്കും സംസാരിക്കാനുള്ള അധികാരമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. പക്ഷെ കേരളത്തിലൊന്നും സംസാരിക്കാൻ അധികാരമില്ലാത്തൊരു സ്റ്റേറ്റുമാണ്. അങ്ങനെ വരുമ്പോൾ രാഹുൽ ഇത് പറഞ്ഞതിൽ തെറ്റില്ല. കാരണം നല്ലത് ചെയ്യുമ്പോൾ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാട്ടാനുള്ള അധികാരം ഇന്ത്യയിലെ പൗരന്മാർക്കുണ്ട്. അതിന് ഇപ്പോ പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുലിനും അധികാരമുണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നാരായണൻ, KK നാരായണൻ ചാലക്കുടിയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ KK നാരായണൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണോ? അതെ സാറേ, ഞാൻ പറയട്ടെ. ഈ രാഹുൽ ഗാന്ധി പാവം 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 കുറെ ജനങ്ങള് വൈൻഡ് ചെയ്ത് വിട്ടിട്ട് പാവ കളിക്കുന്നത് പോലെ കളിക്കുന്നതാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കണം, ആരാണ് കൂടെ ഉള്ളതെന്ന് നോക്കണം. വെറുതെ ആ സാധു മനുഷ്യന് കുറ്റം പറയരുത്. പുള്ളി തെരഞ്ഞെടുപ്പിനും തലേ ദിവസം എല്ലാ അമ്പലങ്ങളിലും പോണ ആളാണ്. എന്തിനാ പോകുന്നത്? അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമല്ലേ. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇലക്ഷന്റെ തലേ ദിവസം മാത്രമേ പോവുള്ളൂ. ഇലക്ഷന്റെ തലേ ദിവസം മാത്രമല്ലല്ലോ, അദ്ദേഹം പല യാത്രകൾക്ക് പോകുമ്പോഴൊക്കെ അതായത് സ്ഥലത്തെ അമ്പലങ്ങളിലൊക്കെ പോയില്ലേ? അത് കുടുംബ പാരമ്പര്യം നോക്കണം. ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? 2 തലമുറ പുറകോട്ട് ചിന്തിച്ചു നോക്ക്, ആരാണ് കൂടെ ഉള്ളത്. ഇത്രയുള്ളൂ. അയാൾ വെറുതെ കുറ്റം പറയണ്ട. സാധു മനുഷ്യനാണ്. വൈൻഡ് ചെയ്ത് വിടുന്ന വെറും പാവ മാത്രമല്ല ആള്. താങ്ക് യു. യെസ്, ഖാലിദ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ചവറയിൽ നിന്നാണ്. ശ്രീ ഖാലിദിന് എന്ത് തോന്നുന്നു? രാഹുൽ ഗാന്ധിയുടെ ഈ ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ് യാത്രയും ഒക്കെയാണോ അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കിയത്? കുറെ കൂടി കൃത്യതയോടുകൂടി രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്ന തോന്നൽ ഖാലിദിനുണ്ടോ? കാരണം പാർലമെന്റിൽ ഇന്ന് ഒരു കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടല്ല രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. എല്ലാവർക്കും വേണ്ടിയാണ് സംസാരിച്ചത്. രാഷ്ട്രീയം, അതിനകത്ത് രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. JNP നായർ
എന്നൊരു പ്രേക്ഷകൻ ദുബായിൽ നിന്ന് വിളിക്കുകയാണ്. ഈ പ്രവാസികൾ പൊതുവേദിയിലേക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷം കൂടിയാണത്. കാരണം ഒന്ന് അവർ ഈ നാട്ടിലേക്ക് നൽകുന്ന സംഭാവനകൾ ഓർമ്മിക്കാനും ഒപ്പം തന്നെ അവർ ഞങ്ങളെയൊക്കെ അവിടെ ഇരുന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ സഗൗരവം നോക്കിക്കാണുന്നു എന്നതും വലിയ സന്തോഷം നൽകുന്നതാണ്. ശ്രീ ജയൻ പി നായർ എങ്ങനെ വിലയിരുത്തുന്നു ഇന്നത്തെ ഈ ലോക്സഭാ നടപടിക്രമങ്ങളും ഒപ്പം അതിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളും? JP നായർ എന്നാണ് എന്റെ പേര്. ഈ രാഹുലിനെ ഇന്നത്തെ പ്രകടനം കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഈ കൊച്ചു പിള്ളേരെ പാട്ടുപാടിക്കാനൊക്കെ കൊണ്ടുപോയിട്ട് ചുറ്റിനും മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാരും കൂടി ഇരുന്നിട്ട് എല്ലാവരും നെർവസ് ആയിട്ടിരിക്കുകയാണ്. ഇയാൾ എന്ത് അബദ്ധമാണ് പറയുക എന്നുള്ളത്. അതുപോലെ പേപ്പർ കയ്യിലെഴുതി കൊടുത്തിരിക്കുന്നത് എങ്ങാനും മാറിപ്പോയി കഴിഞ്ഞാൽ അതും അബദ്ധമാണ്. ഈ 55-ാം വയസ്സിൽ പ്രതിപക്ഷ നേതാവായി കഴിയുമ്പോഴത്തേക്ക് ഈ പ്രതിപക്ഷം ലോക്സഭയിൽ എങ്ങനെ ക്രിയാത്മകമായിട്ട് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെ വാഴ്ത്തണമെന്നോ അല്ലെങ്കിൽ പ്രതികരിക്കണമെന്നോ ഉള്ളത് അദ്ദേഹം ആദ്യം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ഇലക്ഷൻ യോഗത്തിൽ പറയുന്ന പോലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, മണിപ്പൂർ എന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇത് നിയമനിർമ്മാണ സഭയാണ്. അവിടെ ഒരു അന്തസ്സുണ്ട്. അവിടെ നിന്നിട്ട് പ്രധാനമന്ത്രി എന്നെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എണീറ്റിട്ട് കൈ തന്നില്ല. എന്തു ഇത്? ഇയാളെയാണോ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആൾക്കാർ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? ഭയങ്കര അനുഭവങ്ങളാണ് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ട് നടന്നപ്പോ കിട്ടിയതെന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ ദുഃഖാൻ തുറന്നെന്നാ പറയുന്നത്. ഇങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരൊക്കെയാണ്? മഹാനായിരുന്ന AK ഗോപാലനും അടൽ ബിഹാരി വാജ്പേയിയും ഒക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന ആ കസരയിലാണ് ഈ കോമാളി വേഷം കെട്ടിയിട്ട് ടീഷർട്ടും ഇട്ടിരിക്കുന്നത്. സഭയെ മാനിക്കുന്നുണ്ടോ അയാള്? ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഇതാണോ ഒരു ഇത്ര ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത നിയമനിർമ്മാണ സഭയിൽ വരേണ്ട ഒരു വേഷം? വേഷം നമ്മൾ അതിലൊക്കെ JP നായർ വേഷത്തിൽ നമ്മൾ നോക്കണോ? അദ്ദേഹത്തിന് സൗകര്യമുള്ള മാന്യമായ ഒരു വേഷം വേണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെയല്ല. ഒരു എറ്റിക്കറ്റ് മാനേഴ്സ് എന്നൊക്കെ പറയുന്നത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അല്ല, അങ്ങനെ ലോക്സഭയ്ക്ക് വേഷത്തിലും വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല നിയമനിർമ്മാണ സഭ. അല്ല, അവിടെ ടീഷർട്ട് അത്ര അതൊരു നിയമവിരുദ്ധമായ കാര്യം. ടീഷർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കാഷ്വൽ വെയർ. അത് ശരി. അല്ല, പക്ഷെ അത് നമ്മളൊരു അയാൾ എത്ര നിസാരമായിട്ട് എത്ര നിസാരവൽക്കരിച്ച് കാണുന്നു എന്നുള്ളതിന്റെ ഒരു പ്രതീകമാണ് അദ്ദേഹം അണിഞ്ഞു വരുന്ന ഈ വേഷം പോലും. അല്ല, അത് അദ്ദേഹത്തിന് നാണമില്ല ഇങ്ങനെ പറയാൻ. ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരാൾ എണീറ്റു, എനിക്ക് നമസ്തേ പറഞ്ഞു, മറ്റേ ആൾ എണീറ്റില്ല. ഈസ് ഹാവിങ് എ കോംപ്ലക്സ്. ശരി. ഏതായാലും വളരെ നന്ദി ശ്രീ JP നായർ അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഏതായാലും ഈ പാർലമെൻറ്റിൽ ടീഷർട്ട് ഇട്ട് പോകുന്നത് തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല. ഞാനതിൽ അവരവർക്കിഷ്ടമുള്ള മറ്റ് ഒരു പൊതുനിരത്ത് പോകുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കൺവീനിയൻ്റായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനോട് യോജിക്കണം എന്ന നിലപാടാണ്. പക്ഷേ ടീഷർട്ട് അങ്ങനെ കാഷ്വലാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും താഹ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ താഹ എന്തു ചെയ്യുന്നു? താഹ കേൾക്കാമോ? ശ്രീ ബാബുരാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാബുരാജ് കുറച്ച് ദിവസമായെന്ന് തോന്നുന്നു പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടല്ലേ? കിട്ടുന്നില്ല. പല ആളുകളും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കിട്ടുന്നില്ല. അത് കിട്ടാത്തത് കൊണ്ടല്ല, അത് കുറേ പേർ വിളിക്കുമ്പോൾ കോളുകൾ ജാമായി പോകുന്നതിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും. ഏതായാലും ബാബുരാജ് തുടർച്ചയായി പരിശ്രമിക്കുകയും വിളിക്കുകയും ചെയ്തതിൽ എനിക്ക് വലിയ സ്നേഹവും ഒപ്പം നന്ദിയുമുണ്ട് എന്ന് പറയുന്നു. ഒപ്പം ബാബുരാജ്, ഇന്നത്തെ ഈ രാഹുൽ ഗാന്ധിയെ ബാബുരാജ് എങ്ങനെ വിലയിരുത്തും? ശക്തമായ പ്രതിപക്ഷ ആവശ്യമാണ്. പക്ഷെ അത് ഇപ്പം വ്യക്തിയോടുള്ള ഒരു വിരോധം സംസാരിക്കുമ്പോൾ തോന്നുന്നത് അത് നല്ലതാണ്. പക്ഷെ ഒരു കരുത്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ആവശ്യമാണ്. അയാളെ ഡ്രസ് എങ്ങനെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അയാളെ പെരുമാറ്റം എങ്ങനെയാണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ പോരാ എന്നാണ് ശ്രീ ബാബുരാജിന്റെ ഒരു അഭിപ്രായം അല്ലേ? കുറെ കൂടി മാറാനുണ്ട് രാഹുൽ ഗാന്ധി, കുറെ മാറാനുണ്ട്. യെസ്, വ്യക്തമാണ്. ഏതായാലും ബാബുരാജ് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിൽ സന്തോഷം. കണ്ണൂരിൽ നിന്നും ശ്രീ മോഹൻ ചേരുന്നുണ്ട്. ശ്രീ മോഹനൻ കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂര് ഞാൻ പാപ്പിനിശ്ശേരി. പാപ്പിനിശ്ശേരി. നമസ്കാരം. ശ്രീ മോഹനൻ എങ്ങനെ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ മാറ്റത്തെ വിലയിരുത്തുന്നു? ഒരുപാട് ആളുകൾ അദ്ദേഹം വലിയ രീതിയിൽ മാറി കുറെ കൂടെ മെച്ചപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്, ചിലരെ ഒട്ടും പോരാ എന്ന് വിമർശിക്കുന്നു. ശ്രീ മോഹനൻ ആർക്കൊപ്പമാണ്? അത് അദ്ദേഹം മാറിയിട്ടുണ്ടാവാൻ സാധ്യത. കാരണം ഇപ്പോഴിവിടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. ഇയാൾക്ക് പിന്നെ വയനാട്ടിൽ ജയിച്ച് വന്നതിന്റെ ഇതില് ഒരു ഷാൾ അണിയിക്കുന്ന ഒരു വീഡിയോ. അപ്പൊ ആ വീഡിയോയില്
എം വാസൻ ഷാൾ കൊടുക്കുമ്പോൾ അത് അണിയിക്കാൻ വിടുന്നില്ല, അത് കയ്യിൽ വാങ്ങുന്നു. ഷാഫി പറമ്പിൽ അത് കൊടുക്കുമ്പോൾ കയ്യിൽ അതായത് മുസ്ലിങ്ങൾ കൊടുക്കുമ്പോൾ കയ്യിൽ വാങ്ങിയെന്നും മറ്റുള്ള അങ്ങനെ രാഹുൽ ഗാന്ധി ചെയ്യുമോ? നമുക്ക് അങ്ങനെയൊക്കെ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പറ്റുമോ? അല്ല, ആക്ഷേപിക്കലല്ല, ഇത് ഞാൻ കണ്ടുകൊണ്ട് ഇപ്പോഴുള്ള വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തെ വിമർശിക്കലല്ല, ഞാൻ വിമർശിക്കേണ്ടത് വിമർശിക്കണല്ലോ. അതുപോലെ തന്നെ ഈ സഭയിൽ ഇപ്പൊ നായർ ഇവിടുന്ന് ദുബായിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അയാൾ പക്വത പോരാ, മാനേഴ്സ് ഇല്ല. ഈ BJP ഇത്രയും കാലത്ത് എന്ത് മാനേഴ്സാണ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്? BJP ആണ് ഏറ്റവും തേർഡ് ക്ലാസ് മാനേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാര്. പിന്നെ രാഹുൽ ഗാന്ധി ഒരു കാഷ്വൽ വെയർ ഇട്ടുകൊണ്ടൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല. അദ്ദേഹം കൂടുതലും കൂടി പക്വത ആവണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കൂടിയത് ഈ വീഡിയോയെ പറ്റി നിങ്ങൾ മാധ്യമങ്ങളൊന്നും എടുത്ത് കാണിച്ചിട്ടില്ല, അത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സാറിനോട് ചോദിക്കാനുള്ളത്. അല്ല, എനിക്ക് അതിപ്പോൾ ആളുകൾ സ്വാഭാവികമായി അങ്ങനെ വാങ്ങിച്ചതിന്റെ കൂട്ടത്തിൽ വാങ്ങിച്ചു എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അത് അല്ലല്ല സാറ് അത് എന്തുകൊണ്ട് മീഡിയ അത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല? അതിൽ ഹൈലൈറ്റ് ചെയ്യാനുണ്ടോ? ഞാൻ ചോദിക്കുന്നത് അത് മുസ്ലിങ്ങളുടെ ഷോള് വാങ്ങിച്ചില്ല എന്നും ഹിന്ദുക്കളുടെ ഷോള് വാങ്ങിച്ചു എന്നും ഒക്കെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണോ രാഹുൽ ഗാന്ധി? എനിക്കറിയില്ല, ഞാൻ എന്തായാലും അതൊന്ന് പരിശോധിക്കാം. അല്ല, ഇത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് നമ്മൾ അന്വേഷിക്കണ്ടേ? മീഡിയ എന്തുകൊണ്ട് അത് എടുത്ത് കാണിച്ചില്ല, ഹൈലൈറ്റ് ചെയ്തില്ല എന്നാണ് മീഡിയകളോട്, സാറിനോട് മാത്രമല്ല എല്ലാ ചോദിക്കാനുള്ളത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ നിലപാട്. അഷ്റഫ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. അഷ്റഫ് കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. കോഴിക്കോട്. ശ്രീ അഷ്റഫ്, കോഴിക്കോട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് അത്തോളി. അത്തോളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അഷ്റഫിന് എന്ത് തോന്നുന്നു? രാഹുൽ ഗാന്ധി കുറെ കൂടി മാറി കരുത്തനായി എന്ന് അംഗീകരിക്കേണ്ട സമയമായോ? തീർച്ചയായും. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ പ്രസക്തി വളരെ വലുതാണെന്ന് ഇന്ത്യൻ സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. വ്യക്തമാണ്, കേൾക്കാം. വർത്തമാനകാല ഇന്ത്യ രാജ്യത്തിന്റെ നിലവിലുള്ള അവസ്ഥയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന യുവത്വം രാഹുലിന് പിന്നിൽ അണിനിരക്കുന്നതാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. തീർച്ചയായും അദ്ദേഹം വളരെ ശക്തനായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഉദാത്തമായൊരു തെളിവാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അബ്ദുൽ നാസർ തൊടുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്. ശ്രീ അബ്ദുൽ നാസർ എങ്ങനെ വിലയിരുത്തുന്നു ഈ നടപടിക്രമങ്ങളെ? സാറേ, അത് രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് വളരെ വളരെ ഉയർന്ന രീതിയിലായിരുന്നു. പക്ഷെ ഇച്ചിരി ഓവറായോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇനിയും ഒന്ന് മെച്ചപ്പെടാനുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും കുറെ കൂടെ മെച്ചപ്പെട്ടു. കുറച്ച് പക്വത നന്നായിരുന്നു തോന്നുന്നു. പക്ഷെ കാര്യങ്ങളെല്ലാം വളരെ ചടുലമായിട്ട് വളരെ ഇതായിട്ട് അവതരിപ്പിച്ചു. വളരെ മാന്യമായ രീതിയിൽ. പിന്നെ ഒരു പ്രേക്ഷകൻ രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ടിനെ കുറ്റം പറഞ്ഞു. ടീഷർട്ടിലും അയാളുടെ മേക്കപ്പിലും ഒന്നും അല്ലല്ലോ കാര്യം. അതില് കാര്യങ്ങള് തുറന്നു പറയാനുള്ള ആർജവം പുള്ളി കാണിക്കുന്നുണ്ട്. അത്രയും നല്ലൊരു പ്രതിപക്ഷ നേതാവ് അതിൽ കൂടുതൽ ഒരാൾക്ക് ആകാൻ കഴിയില്ല. ഇപ്പോഴത്തെ 10 വർഷത്തെ നിശബ്ദമായ പാർലമെന്റിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. വളരെ വ്യക്തമാണ്. സമയപരിമിതി കൊണ്ടാണ് ശ്രീ അബ്ദുൽ നാസർ ഇടപെടേണ്ടി വരുന്നത്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. രാഹുൽ ഗാന്ധി കൂടുതൽ കരുത്തനാവുകയാണോ എന്നാണ് യൂട്യൂബിൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നത്. അതിൽ 66% ആളുകൾ രാഹുൽ ഗാന്ധി കുറെ കൂടി മെച്ചപ്പെട്ട് കരുത്തനായി വരുന്നതിൻ്റെ സൂചനയാണ് ഉള്ളത് എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതേസമയം 34% ആളുകൾ രാഹുൽ പോരാ എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി. ഈ ബാധ്യത